നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്രഷ്ടാവും ഞങ്ങൾക്ക് പരിപാലകനുമായി എന്നും കൂടെയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസം പ്രഭാതത്തിൽ ഈ ആലയത്തിൽ നിന്ന് അടിയങ്ങൾ അർപ്പിക്കുന്ന ആരാധനയിലൂടെ അങ്ങയുടെ നാമം മഹത്വകരമായി തീരുവാൻ സഹായിക്കണമേ. ഇന്നത്തെ ആരാധനകളിൽ ദൈവികമായ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ഭവനങ്ങളിൽ നിന്നും ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരുന്നുകൊണ്ടും ഇന്നത്തെ വിശുദ്ധാരാധനയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ എല്ലാ ജനങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ കരുതുന്നു. കർത്താവെ, ആത്മാവിലും സത്യത്തിലും അവിടുത്തെ ആരാധിക്കുന്ന ഒരു പ്രത്യേക അനുഭവമായി ഇന്നത്തെ വിശുദ്ധ ദിനത്തെ തീർത്തു തരണമേ. ഈ ആരാധന അവസാനിക്കും വരെയും അവിടുന്ന് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിനെ സ്തുതിക്കും മഹത്വത്തിനുമായി 51-ാമത്തെ ഗീതം നമുക്ക് പാടാം. സ്തോത്രം ചെയ്യും ഞാനെന്നും രക്ഷിതാവെ മാത്രം വാഴ്ത്തും ഞാനെന്നും. 51-ാമത്തെ ഗീതം. ും
അടിയാരെ നിന്നോട് ജഗത്തിൽ കുടികൊള്ളും അടിയാരെ നിന്നോട് കൊടിക്കീഴിൽ നാളോറും ജയത്തോടും കാക്കേണം സ്തോത്രം ചെയ്യും ഞാനെന്നും രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനെന്നും രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനെന്നും രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനെന്നും. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമം 1 സ്തുതിലിത്താനികൾ 1 ഭാഗം. ആരാധനക്രമം 1 സ്തുതിലിത്താനികൾ 1 ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകലജനം അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാം അവിടുന്ന് മേയ്ക്കുന്നതിനും അവിടുത്തെ കേൾക്കുന്ന ആളുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നിറഞ്ഞ ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സിലാക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുത്തെ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. ദൈവത്തിന്റെ കരുണയായിരിക്കുന്ന മനസ്സ് നിരസിക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ പള്ളിയുടെ പരിസരത്തോട് ഞാൻ സ്വർഗത്തോട് വലിയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവയും എന്റെ ഭാര്യമായ മക്കളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായി മാറാകട്ടെ. ആമേൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഒരു നിമിഷം നമ്മൾ തന്നെ ദൈവസ്ഥലയെ പറ്റി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ അനവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. ദൈവത്തോടു കൂടെയുള്ള ജീവിതം നയിപ്പാൻ അങ്ങനെ അനുവദിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും അനുതാപത്തോടുകൂടെ തന്നെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒൻപതാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ആരാധനക്രമം 9. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ അങ്ങയുടെ വഴിയിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകളിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഭാവി മരിക്കണമെന്നല്ല, അവർ ദുഷ്ടതൃപ്തിന് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവപിതാവേ, ഞങ്ങളുടെ കഥാപത്രികളോടെ തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചനം നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധാത്മത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങളെ ശേഷിപ്പിക്കുന്നതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾ വേണ്ടി തന്നെ ആരംഭിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഇതെല്ലാം ഞങ്ങളെ ആചരിക്കുന്നു. ആമേൻ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് തവണ നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് തവണ നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശഭൂമിക്ക് വില ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയാദിന ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു.
സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം ഒതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം തന്ന നന്മകളെ നമുക്ക് ഓർക്കാം. വ്യക്തിപരമായി, കുടുംബമായി, സഭയായി, ഒരു ദേശമായി, നമ്മുടെ സംസ്ഥാനത്തിലൂടെ, നമ്മുടെ രാജ്യത്തിലൂടെ, ലോകരാഷ്ട്രങ്ങളിലൂടെ ഒക്കെ ലഭ്യമായ എല്ലാ നന്മകളെയും നമുക്ക് ഓർത്തുകൊണ്ട് വിനയപൂർവ്വം ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരാധനക്രമത്തിലെ 17ാമത്തെ പൊതുവായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാം. ഓരോ അപേക്ഷ കഴിയുമ്പോഴും കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായി സഭയ്ക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകലദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി സാമൂഹിക നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആത്മാവിനെ സ്തുതിച്ച് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്ക് കുറിച്ച് ഞങ്ങളുടെ ഭാവിയും ഞങ്ങളുടെ വീടുകളിലായ കർത്താവേ, ഞങ്ങളുടെ വായ വാക്കുകളും ഹൃദയത്തിന്റെ ധ്യാനവും തിരുവൻപാൽ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ പാഠഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. വിശുദ്ധ ലൂക്കോസ് 24-ാം അധ്യായം 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് 24-ാം അധ്യായം 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അവർ അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യമെന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ്
കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ച്, അവര് ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇവിടെ സുവിശേഷയുടെ ഭാഗം വായിച്ചു കഴിഞ്ഞു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ പാതികൊണ്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തത്തിലേക്ക് അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനെയും പരിശുദ്ധരെയും ന്യായീകരിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും പരിശുദ്ധരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. അനവധിയായ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയ നിലവുകളെല്ലാം അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നാം അപേക്ഷിച്ചതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. നാം പ്രാർത്ഥിച്ചെങ്കിലും നമുക്ക് ആവശ്യമില്ലെന്ന് അറിഞ്ഞ് നൽകുന്ന കർത്താവ് പല സന്ദർഭങ്ങളിലും നമുക്ക് ആവശ്യമായത് നൽകി നമ്മെ നിലനിർത്തുകയല്ലോ. ആ ദൈവം ഇനിയും നമ്മെ നടത്തുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹമുള്ള വിശുദ്ധ ദിനത്തിലെ ആരാധനയിൽ ഞങ്ങൾക്ക് പങ്കുചേരാൻ അവിടുന്ന് അവസരം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയിൽ എല്ലാ ആഴ്ചയും ആരാധനയ്ക്കായി വന്ന വിശ്വാസികൾക്ക് ആരാധനാലയത്തിൽ വന്ന് ആരാധിക്കാൻ കഴിയാതിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഭവനത്തിലിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവിൻ്റെ പാദപീഠങ്ങളിൽ ഞങ്ങളിത് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഓരോ കുടുംബത്തിൻ്റെയും ഈ കാലങ്ങളിലുള്ള ആവശ്യങ്ങളെ അറിയുന്ന സ്വർഗ്ഗീയ പിതാവ് സമാധാനത്തോടും ക്ഷേമത്തോടും ഐശ്വര്യത്തോടും കൂടെ എല്ലാവരെയും അവിടുന്ന് പോറ്റി പുലർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കുടുംബങ്ങളിൽ രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിലിരിക്കുന്നവരുണ്ട്. ആശുപത്രിയെ അഭയം പ്രാപിച്ച് ചികിത്സയിലിരിക്കുന്നവരുണ്ട്. കർത്താവെ, സൗഖ്യത്തിൻ്റെ കരം അവിടുന്ന് മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യങ്ങളാൽ തളർന്നു മാനസികമായിട്ട് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ദൈവകരങ്ങളിൽ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ സംരക്ഷണം അവിടുന്ന് മക്കൾക്ക് നൽകണമേ. അവർ ഉപജീവനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിടങ്ങളിൽ നിന്നും പോയി അധ്വാനിക്കാൻ കഴിയാതെ വളരെ നിരാശരായി ഭവനങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വരും ദിവസങ്ങളിലൊക്കെ അവരവരുടെ തൊഴിൽ മേഖലകളിലോട്ട് പ്രവേശിച്ച് തൊഴിൽ ചെയ്ത് ഉപജീവനത്തിനുള്ള വകകൾ കണ്ടെത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഔദ്യോഗിക ജീവിതങ്ങളായി മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂലിവേലകൾ ചെയ്ത് ഉപജീവനം കഴിക്കുന്നവർ, വാഹനങ്ങൾ ഓടിച്ച് അതിലൂടെ നന്മ കണ്ടെത്തുന്നവർ, ആടുപാടുകളെ വളർത്തി അതിലൂടെ ഉപജീവനത്തിലുള്ള വകകളെ കണ്ടെത്തുന്ന പ്രിയപ്പെട്ടവർ, പലവിധ കൃഷികാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. വിവിധ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും അവിടെ പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കാനിടവരാതെ ആവശ്യമായ എല്ലാ നന്മകളും സംരക്ഷണവും തുടർന്നുള്ള നാളുകളിൽ അങ്ങയുടെ ദാസർക്ക് നൽകണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആലയത്തിലെ ആരാധനകൾക്ക് എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ തിരുവാലയമായിട്ടുള്ള ബന്ധങ്ങളിൽ ശുശ്രൂഷകൾക്കായും പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചവർ, വിവാഹ വാർഷികമായിരിക്കുന്നവർ, പ്രത്യേക നേർച്ചകളും സ്തോത്ര കാഴ്ചകളും മനസ്സുമരി കാണിക്കുന്നതുമൊക്കെ നൽകി സഭയുടെ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആവശ്യമായ എല്ലാ നന്മകളും സ്വർഗീയ പിതാവ് നൽകി, ആവശ്യമായ ശരീര സൗഖ്യവും ബലവും ആരോഗ്യവും ദീർഘായുസ് നൽകി എല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിമന്യാത്രിമേനിക്ക് മഹായിടവയെ നയിച്ച് കൊണ്ടുപോകാനുള്ള വഴികൾ നൽകണമേ. എല്ലാ ഔദ്യോഗികമായ ചുമതലകൾ വഹിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മഹായിടവയിൽപ്പെട്ട എല്ലാ പട്ടക്കാർക്ക് വേണ്ടിയും വിവിധ നിലകളിൽ ശുശ്രൂഷ അർപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മിഷൻ ഫീൽഡുകളിലായി അധ്വാനിക്കുന്ന സഹോദരങ്ങളെയും അവരുടെ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണമേ. പുതുകുന്ന ഡിസ്ട്രിക്റ്റിലുള്ള ഇടവകൾക്കായും കർത്താവെ, എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും ശുശ്രൂഷകൾക്ക് വേണ്ടിയും അവരുടെ ശുശ്രൂഷകൾക്കായി നമ്മുടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ ചർച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾക്കായും മുൻകാലങ്ങളിൽ സഭയ്ക്ക് നേതൃത്വങ്ങൾ നൽകിയവരായും ഈ കാലഘട്ടത്തിൽ സംഘടനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി, ഞങ്ങളുടെ പേർക്കായും വിവിധ സംഘടനകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ആരാധനയോട് വിവിധ നിലകളിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളുടെ ദാപൂർവമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവെ, ലോക രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, രാഷ്ട്രപതിക്കായി പ്രാർത്ഥിക്കുന്നു, മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടിയും ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയും എല്ലാ മന്ത്രിമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ സംരക്ഷണ രംഗങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് സ്റ്റാഫുകൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ അവരുടെ ത്യാഗപൂർണമായ ശുശ്രൂഷകളിലൂടെ അനേകം ആളുകൾക്ക് ലഭിക്കുന്ന ആശ്വാസവും സൗഖ്യവും ഓർമ്മ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പോലീസ് സേനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാവുകളില്ലാതെ പല ക്രമീകരണങ്ങൾ ചെയ്ത് വളരെ ത്യാഗത്തോടുകൂടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് കർത്താവെ, എല്ലാ സഭാവിഭാഗങ്ങളും എല്ലാ മറ്റ് സംഘടനകളും എല്ലാവരും ചേർന്ന് ഇന്ന് അർപ്പിക്കുന്ന ഈ വിവിധ നിലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ധൈര്യം പകരുന്നതിനും അവർക്കും രോഗങ്ങളോ ദുരിതങ്ങളോ വരാതെ കാത്തുകൊള്ളുന്നതിനും അവിടുന്ന് സഹായിക്കണമെന്ന് വിനയമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പുതുക്കുന്ന പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാട് താമസിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് കാത്തു പരിപാലിക്കുന്ന കുട്ടികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൊറോണ വൈറസ് എന്ന ആ കഠിനമായ രോഗം കർത്താവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച് അനേകായിരം ഈ ലോകത്തിൽ നിന്ന് മരണത്താൽ നീങ്ങിപ്പോയല്ലോ. അനേകം ആളുകളിലും ചികിത്സകളിൽ ആയിരിക്കുന്നതെന്ന് അറിയുന്നു. ഞങ്ങളുടെ ദേശത്തിന് യാതൊരു ദോഷവും വരാതെ ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം അവിടുന്ന് തരയണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികളായി പാർത്തിരുന്ന അനേകം ആളുകൾ അവരുടെ സ്വന്തം നാടുകളിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നല്ലോ. അവരുടെ യാത്രകളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ.
ഞങ്ങളുടെ സംസ്ഥാനത്തോട് വന്നെത്തേണ്ട അന്യരാജ്യങ്ങളിലൊക്കെ കഴിയുന്ന പ്രിയപ്പെട്ടവരും സുഖമാണ്. അവർക്കും വന്നെത്തുവാനുള്ള കൃപ ദൈവം നൽകുകയും യാത്രയുടെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന അങ്ങയുടെ മക്കൾ എല്ലാം ഉച്ചയോടുകൂടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും തുടർന്ന് കർത്താവ് ഈ വൈറസിന്റെ വ്യാപനം ദേശത്തെങ്ങും ഉണ്ടാകാതിരിക്കാൻ വേണം അവിടുന്ന് തന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ അവിടുത്തെ മകനിലൂടെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാവരും അവരുടേതായ ഭാരങ്ങളും പ്രയാസങ്ങളും വെച്ചുകൊണ്ടുവിടും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും അവസ്ഥകൾ അറിയുന്ന കർത്താവ് കരുണലോന്നെ മനസ്സിലേക്ക് എല്ലാവർക്കും വേണ്ട നന്മകൾ നൽകി അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുശം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടന്ന സർവദോഷങ്ങളിൽ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ക്രിസ്തുജീവിതത്തിലെ 81-ാമത്തെ ഗീതം. 81-ാമത്തെ ഗീതം. കർത്താവേ, നീ നേരത്തിൽ നിന്ദാസനെ കടാക്ഷിച്ച് നിൻ ശുദ്ധവചനം അവൻ സംസാരിക്കാൻ അയക്കുക.
അരുളി ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, പരിശുദ്ധമുള്ള പിതാവേ, കർത്താവേ, ലോകത്തിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഓരോ നാളും ഞങ്ങൾ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വിധങ്ങൾ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. ഈ പുതിയ മാസത്തിൽ ആദ്യ ഞായറാഴ്ചയായിരുന്ന ദേവാലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുന്നതിനും കർത്താവെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഭവനങ്ങളിൽ നിന്ന് അങ്ങേ ആരാധിക്കുന്ന മക്കളുമായി ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നതിനും ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഇന്ന് അർപ്പിച്ച ആരാധനകൾ സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ച് കർത്താവെ, ആരാധനയ്ക്ക് നേതൃത്വം നൽകിയവരെയും പങ്കെടുത്ത എല്ലാവരെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് വിശുദ്ധ ദിവസത്തിന്റെ നന്മ അനുഭവിപ്പാൻ അവിടെ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. വചനത്തിലൂടെ അവിടെ ഞങ്ങളോട് ഇടപെടണമേ. ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ഞങ്ങളിൽ ശക്തി പകരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആ ദൈവികമായ ശക്തി ഇന്ന് അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും സന്തോഷവും നിറഞ്ഞ ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ പ്രഭാതം പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എങ്കിലും വലിയവനായ ദൈവത്തെ ആരാധിക്കാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി ഇന്ന് ഈ കാണുന്ന അളവിൽ ദൈവം നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഞാൻ ആദ്യമായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം അനുദിന ജീവിതത്തിൽ ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ എന്നതാണ്. അനുദിന ജീവിതത്തിൽ ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിന്താവിഷയം. ഈസ്റ്റർ കഴിഞ്ഞ് ഇന്ന് മൂന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനു ശേഷം യേശു ശിഷ്യന്മാർക്കും താൻ സ്നേഹിച്ചവർക്കും തന്നെ സ്നേഹിച്ചവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് അവരെ ധൈര്യപ്പെടുത്തിയതായും അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി പകർന്നതായും നാം വിവിധ വേദഭാഗങ്ങളിലൂടെ വായിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. സൃഷ്ടിയോടൊപ്പം സഹവസിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും മനുഷ്യനോട് ഒപ്പം ചേർന്ന് ജീവിക്കുന്നതിനും ദൈവം ആഗ്രഹിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വിവിധമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നാം വായിക്കുമ്പോൾ നമ്മുടെ ദൈവം ഏതേൻ തോട്ടത്തിൽ മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ ആചരിച്ചു എന്നും ആഗ്രഹിച്ചു എന്നും നാം മനസ്സിലാക്കുന്നു. മോശയുടെ ജീവിതകാല യാത്രയിൽ ഇസ്രായേൽ ജനത്തെ പരിപാലിക്കുന്നതിനായിട്ടുള്ള ആ സന്ദർഭത്തിലും ദൈവം നിയമവട്ടകത്തിലൂടെ ഇസ്രായേൽ ജനത്തോട് കൂടെ വസിച്ചു എന്ന് നാം കാണുന്നു. മോശയോടൊപ്പം സീനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്ന് തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ദൈവത്തെ പഴയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നാം മനസ്സിലാക്കുന്നത് സൃഷ്ടിയുടെ രക്ഷാദൗത്യത്തിനായി സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി യേശു ദൈവപുത്രൻ വചനം ദൃഢമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുനരുത്ഥാനത്തിന് ശേഷം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു: ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അതിനുശേഷം വീണ്ടും തന്റെ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനിലൂടെ മനുഷ്യരുമായിട്ടുള്ള ദിവ്യ സംസർഗം ചെയ്തുകൊണ്ട് മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മ നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയും ഇന്നും ആ ദൈവികമായിട്ടുള്ള
കൂട്ടായ്മ മനുഷ്യനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നാം മറന്നു പോകരുത്. ഈ ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് നൽകുന്ന ചില നന്മകൾ എന്തൊക്കെയാണെന്ന ചില കാര്യങ്ങൾ മാത്രം ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താൻ സ്നേഹിച്ച തന്റെ ശിഷ്യന്മാർക്ക് അവിടുത്തെ ജീവിതത്തിന്റെ ആ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പ്രതികൂലം നിറഞ്ഞ അനുഭവമായിരുന്നു. തന്റെ ഗുരുനാഥനെ ക്രൂരമായി ക്രൂശിച്ചു കൊന്ന ആ സമൂഹം തങ്ങൾക്ക് അപകടം വരുത്തുമെന്ന് ഭയന്ന് വിറച്ച് ഒളിച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരുടെ ഭയം മാറുന്നതുവരെ അവരോട് സംവേദിക്കുന്നതായിട്ട് നാം കാണുന്നു. അവരുടെ ഉള്ളിലെ ഭയമെല്ലാം മാറ്റി അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു യേശുവിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഈ അധ്യായങ്ങളിൽ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായങ്ങളിലെല്ലാം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ 13-ാം വാക്യം മുതലുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ 2 ശിഷ്യന്മാർക്ക് യേശുവിനെ അനുഗമിച്ച വേറെ 2 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്ന ഒരു അനുഭവമാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെരുശലേമിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്ന ഈ 2 ശിഷ്യന്മാർക്കും യേശു പ്രത്യക്ഷപ്പെടുന്നത് നാം മനസ്സിലാക്കുന്നു. 24-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, ഇതിൽ ഒരാൾ ക്ലെയോപ്പാവ് എന്ന പേര് ഉള്ളവനായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ്. എന്നാൽ മറ്റേ ആള് ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയ ആണെന്ന് യോഹന്നാൻ 19-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. അതല്ല, പത്രോസാണെന്ന് വാദിക്കുന്നവരുണ്ട്. അതും മാത്രമല്ല, ഈ ശിഷ്യൻ ലൂക്കോസ് തന്നെയാണെന്നും കരുതുന്നവരുണ്ട്. എന്തായാലും ഈ 2 പേരും സമൂഹത്തിന്റെ പ്രതിനിധികളാണ് എന്നത് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മശിഹയുടെ ആ വരവിനെ കാത്തിരുന്നതായ സമൂഹം, അവർ പ്രതീക്ഷിച്ചിരുന്ന ദൈവത്തിന്റെ ദിവ്യമായിട്ടുള്ള കാരുണ്യ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷാപ്രവൃത്തി അത് യേശുവിലൂടെ വെളിപ്പെടുന്നെന്ന് ആശിച്ചിരുന്നവർക്ക് യേശുവിന്റെ മരണത്തോടുകൂടെ സംഭവിച്ചത് അവർക്ക് നിരാശയാണ്. അവരുടെ വീണ്ടെടുപ്പുകാരനായ മശിഹ മരിച്ചുപോയി എന്ന ആ നിരാശയോടെ ആയിരിക്കുമ്പോൾ അവർക്ക് വീണ്ടും ഒരു പുതിയ പ്രത്യാശ നൽകുന്നതാണ് യേശുവിന്റെ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ അവരോടുള്ള ചേർന്നുള്ള നടത്തം എന്ന് നാം മനസ്സിലാക്കുകയാണ്. അവിടെ പറയുന്നത്, സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു എന്നാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നിരാശയകറ്റി പ്രത്യാശ നൽകുന്നു എന്നതാണ് ഒന്നാമത്തെ ചിന്ത. ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ നിരാശയകറ്റി പ്രത്യാശ നൽകുന്നു. ഇതിന്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലായിരിക്കുന്ന സകലമാന ജനവും നിരാശയും ഇന്നത്തെ സംഭവങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് നാളത്തെ ജീവിതം എന്തായിത്തീരുമെന്നുള്ള പലതരത്തിലുള്ള നിരാശയോടെ ആയിരിക്കുന്ന ഒരു അനുഭവം. ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ദേശവും രാജ്യങ്ങളുമെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഈ അനുഭവത്തിലും ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശ നൽകുന്നു എന്നത് നമുക്ക് ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് ആശ്വാസം നൽകുന്നതാണ് എന്നത് നാം മറന്നു പോകരുത്. ഇവിടെ നാം കാണുന്നത് വാടിയ മുഖത്തോടുകൂടെ അവർ യേശുവിനോട് സംസാരിക്കുന്നതായി നാം കാണുകയാണ്. 17-ാം വാക്യത്തിൽ അവർ ഇങ്ങനെ പറയുന്നു, അവർ വാടിയ മുഖത്തോടെ നിന്നു എന്നാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട്, ആശ നഷ്ടപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്ന ഇവരുടേതായ ജീവിതത്തിലേക്ക് യേശു താനും ചേർന്ന് നടന്നു എന്നാണ്. നാം ദൈവത്തെ തേടി പോകുന്ന ഒരു അനുഭവമല്ല, മറിച്ച് ദൈവം നിരാശയിലായിരിക്കുന്ന തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് അവരുടെ നിരാശ അകറ്റുവാൻ, പുതിയ പ്രത്യാശ നൽകുവാനായിട്ട് കടന്നു വരുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ
ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കാണുന്നത്. വാടിയ മുഖഭാവമുള്ള ഇവരുടേതായ ജീവിതത്തിൽ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇരുട്ട് നിറഞ്ഞവരായി നിരാശയിൽ അവർ കടന്നു പോകുന്ന ഒരു ജീവിതാനുഭവത്തിൽ കാലത്തിന്റെ മാറ്റങ്ങളും സംഭവവികാസങ്ങളും ഇവിടെ ആശങ്കയായി തീരുന്ന ഈ കാലഘട്ടത്തിലും നിരാശകളുമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ദൈവവൈദ്യന് പ്രത്യാശ നൽകുന്നതാണ് ഈ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ എന്നത് നാം മറന്നു പോകരുത്. ഈ വേദഭാഗത്തിൽ രണ്ടുപേർ അവരുടേതായ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ പ്രത്യാശ നൽകിയെങ്കിൽ ഈ രണ്ടുപേരും ഇന്നത്തെ സമൂഹത്തിന്റെ പ്രതീകങ്ങളാണ് എന്നത് നാം മറന്നു പോകരുത്. ഇവരുടെ ജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം എപ്രകാരമാണ് ഒരു പുതിയ പ്രതീക്ഷ നൽകിയത്, അതുപോലെ ഇന്നത്തെ സമൂഹത്തിനും ക്രിസ്തുവിന്റെ സാന്നിധ്യം, ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ പുതിയ പ്രതീക്ഷ നൽകുന്നു എന്നത് ഇന്നത്തെ വേദഭാഗത്തിൽ നാം മനസ്സിലാക്കുകയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഈ വേദഭാഗങ്ങൾ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ഈ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പുതിയ പ്രത്യാശ ദൈവം നൽകുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമതായി നാം കാണുന്നത് ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ അന്ധത അകറ്റുന്നു എന്നതാണ്. ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ അന്ധത അകറ്റുന്നു. തങ്ങളോട് സംസാരിക്കുകയും തങ്ങളോട് സഞ്ചരിക്കുകയും ചെയ്ത യേശുവിനെ ഈ രണ്ട് ശിഷ്യന്മാർക്കും തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. ലൂക്കോസ് തന്റെ വാക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നും നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മോടൊപ്പം കൂടെ പാർക്കുന്ന, നമ്മോടൊപ്പമായിരിക്കുന്ന യേശുവിന്റെ ആ ദൈവികമായിട്ടുള്ള കരുതലിനെ, ആ സാന്നിധ്യത്തെ കാണാതെ വണ്ണം, തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം പലപ്പോഴും നമ്മുടെ കണ്ണുകൾ കുരുടാക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥമായി ദൈവം നമ്മോട് കൂടെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന പല അനുഭവങ്ങളും കടന്നു വരുമ്പോഴും ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഇന്നത്തെ വേദഭാഗം നമുക്ക് ധൈര്യം പകരുന്നു എന്നത് നാം മറന്നു പോകരുത്. ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മുടേതായ ജീവിതത്തിൽ പല സംശയങ്ങൾക്കും പലതരത്തിലുള്ള നിരാശകൾക്കും കാരണമാക്കി തീർക്കുന്നു എന്നത് നാം മറക്കരുത്. ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുന്നത് ആ ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ കൃപയാണ് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ കൃപയില്ലാതെ ആ ദൈവികമായിട്ടുള്ള സാന്നിധ്യം തിരിച്ചറിയുവാനോ ദൈവത്തിന്റെ കൃപയുടെ അനുഭവം നമുക്ക് അനുഭവിക്കുന്നതിനോ കഴിയുകയില്ല എന്നത് നാം മറന്നു പോകരുത്. ഇവിടെ നാം കാണുന്നത് യേശു അപ്പം നുറുക്കി നൽകിയതിലൂടെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും യേശുവിനെ അറിയുകയും ചെയ്യുന്നു എന്ന് നാം കാണുകയാണ്. അപ്പോ സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ, ഇന്ന് ഈ സമൂഹത്തിലായിരിക്കുന്ന പ്രതിസന്ധികളിൽ അതിന്റെ പ്രതീക്ഷ നിറഞ്ഞ ഭാവിയെ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം പലപ്പോഴും നമ്മുടെ കണ്ണുകൾ ഉരുടാക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കഷ്ടപ്പെടുന്ന, ദാരിദ്ര്യത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും നിരാശയിലുമായിരിക്കുന്ന ജനസമൂഹത്തെ കാണാൻ കഴിയാത്ത വിധം നമ്മുടെ കണ്ണുകൾ ഉരുടാക്കപ്പെട്ടിരിക്കുന്നു എന്നതും നാം ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ്. ആ അനുഭവങ്ങളിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത് പ്രതീക്ഷയില്ലാതെ, പ്രത്യാശയില്ലാതെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകുവാൻ, പ്രത്യാശ നൽകുവാൻ നമ്മുടെ കണ്ണുകൾ ഇന്ന് തുറക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ പല ആവശ്യങ്ങളുമായിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുവാനും കരുതുവാനും നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്തുവുമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള കൂട്ടായ്മ, ബന്ധം അത് ശക്തമാകുന്നത് എന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. ഒരിക്കൽ മദർ തെരേസ ഇപ്രകാരം പറയുവാനായിട്ടിടയായി, ഞാൻ ഈ പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ നിരാശ നിറഞ്ഞ ഈ ജനസമൂഹത്തിന്റെ മുഖത്ത് കാണുമ്പോൾ എന്റെ ക്രിസ്തുവിനെ കാണുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി. ഇന്ന് ഈ സമൂഹത്തിൽ നിരാശയോടെ ആയിരിക്കുന്ന ജനസമൂഹത്തിന്റെ മുൻപിൽ
മുൻപിൽ അവരുടേതായ ജീവിതങ്ങളിൽ ക്രിസ്തുവിനെ ദർശിക്കുവാൻ, അവരുമായിട്ടുള്ള കൂട്ടായ്മയും സഹവാസവും അതല്ലെങ്കിൽ അവരെ കരുതുന്നതിലൂടെ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം പങ്കുവയ്ക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വേദനയെ പങ്കുകൊള്ളുന്നവരുടെ ഉയർത്ത ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഇവരുടേതായ ജീവിതം, ഈ രണ്ട് ശിഷ്യന്മാരുടെയും ജീവിതം എന്നത് അവർ യെരൂശലേമിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് ഒളിച്ചോടുന്നവരായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധി വന്നപ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ജനസമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഇവരെന്നത് നാം മറന്നു പോകരുത്. എല്ലാ പ്രതിസന്ധികളിലും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന വിശ്വാസം, ആ പ്രതീക്ഷ മറന്ന് ഈ രണ്ടുപേരും കടന്നു പോകുന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി. യെരൂശലേം എന്ന ദൈവത്തിന്റെ നഗരത്തിൽ നിന്ന്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവർ അകന്ന് ഒളിച്ചോടുമ്പോഴും അവരോടൊപ്പം ചേർന്ന് നടക്കുന്ന ഒരു യേശുവാണ്, അല്ലെങ്കിൽ ഉയർത്ത ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് അവർക്ക് പുതിയ ഒരു ശക്തി, പുതിയ ജീവിതത്തിലേക്ക് അവരെ നയിക്കുകയും അവരുടെ അന്ധത മാറ്റി അവർക്ക് ലോകത്തിന്റെ നന്മകളെ തിരിച്ചറിയാനുള്ള വെളിച്ചം പകരുന്നു എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി നാം കാണുന്നത് ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ, അത് നമ്മെ സാക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം നമ്മെ സാക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തൽ ശിഷ്യന്മാരുടെ യാത്രയിലുണ്ടായ സംഭവങ്ങളെ തിരിഞ്ഞു നോക്കുവാനായിട്ട് കാരണമാകുന്നു എന്ന് 32-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തുകയാണ്. എന്റെ 32-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു എന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ ആ ദൈവികമായിട്ടുള്ള ശക്തി നമ്മിലേക്ക് പകരപ്പെടുകയാണ്. ആ പകരപ്പെടുന്ന ശക്തി തിരിച്ചറിയുവാനായിട്ടും പോലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന്റെ സംസർഗം, ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തൽ അനുഭവിച്ച അവർ ആ നാഴികയിൽ തന്നെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നതായിട്ട് 24-ാം അധ്യായം 33-ാമത്തെ വാക്യം രേഖപ്പെടുത്തുകയാണ്. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. കാരണം അവർ പോയതായ സാഹചര്യം നമുക്കറിയാം. തങ്ങളുടേതായ ജീവനെ ഭയന്ന് ഗുരുനാഥനെ കൊലപ്പെടുത്തിയതായ അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ സമൂഹം ആ യേശുവിൽ വിശ്വസിച്ചവരെയും നശിപ്പിച്ചു കളയുമെന്ന് ഭയന്ന് പേടിച്ചോടിയ ഇവരുടെ ജീവിതത്തിൽ വീണ്ടും യെരൂശലേമിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് ഈ കൂട്ടായ്മ ബന്ധം, ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം കാരണമായി തീരുന്നു എന്നത് നാം മറന്നു പോകരുത്. ഇവിടെ പറയുന്നത് ആ സാഹചര്യങ്ങളെയോ അവർ ആയിരുന്ന അനുഭവത്തെയോ ഒന്നും വകവയ്ക്കാതെ ഉടനെ തന്നെ അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു എന്ന് നാം കാണുകയാണ്. അത് മാത്രമല്ല, ഇവിടെ 35-ാം വാക്യത്തിൽ പറയുന്നു: വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നോക്കുകയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു എന്ന് രേഖപ്പെടുത്തുകയാണ്. യേശു തങ്ങളെ കണ്ടതും യേശുവുമായിട്ടുള്ള കൂട്ടായ്മയുടെ അനുഭവത്തെക്കുറിച്ചും അവിടുതായ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയിൽ ധൈര്യം ലഭിച്ച അനുഭവത്തെയും അവർ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത് നാം കാണുകയാണ്. ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ ആ യേശുവിന്റെ സാക്ഷികളായി തീരാൻ നമുക്ക് സാധിക്കണമെന്നത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നാണ്. മതബഹുലത നിറഞ്ഞ സമൂഹത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷിയാവുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ് എന്ന് നാം മറന്നു പോകരുത്. ഈ സാഹചര്യത്തിലും ക്രിസ്തുവിനോടുള്ള ഒപ്പമുള്ള കൂട്ടായ്മ നമുക്ക് ശക്തി പകരുന്നു. നമുക്ക് ദൈവികമായിട്ടുള്ള കൃപ നമ്മിലേക്ക് പകരപ്പെടുന്നു എന്ന് നാം ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 30-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നു: അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന്
ക്രിസ്തുവുമായിട്ടുള്ള സംസർഗം അവരുടെ ജീവിതത്തിലെ നിരാശ അകറ്റി പ്രത്യാശ നൽകുന്നതായി മാറ്റപ്പെടുന്നു. 2, ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള അവരുടെ കൂട്ടായ്മ അവർക്ക് ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ കഴിയാതിരുന്ന അന്ധത മാറ്റുന്നു. അതിനുപരിയായി അവരുടെ ചുറ്റുപാടുകളെ കാണുന്നതിന്, അവരുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന്, ആ പ്രതിസന്ധികളിൽ ആ ദൈവത്തിന്റെ ധൈര്യം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നതിനും അവർക്ക് കഴിയുന്നു, അവർക്ക് സാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉയർത്ത ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ അന്ധത അകറ്റുന്നു. 3, ഉയർത്ത ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തൽ, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ യേശുവിനെ സാക്ഷിക്കുന്നതിന് കാരണമായി തീരുന്നു. നമ്മുടേതായ ജീവിതത്തിൽ യേശു ഇന്ന് ജീവിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് കരുത്തും കൃപയും നമുക്ക് യേശുവിലൂടെ ലഭിക്കുമെന്ന് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സാക്ഷ്യം പറഞ്ഞ് ധൈര്യം പകരുവാൻ, ഇരുട്ടിലും അന്ധകാരത്തിലുമായിരിക്കുന്ന ജനസമൂഹത്തിന് വെളിച്ചം പകരുവാൻ, അവരെ ആ പ്രത്യാശയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ, നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമ മഹത്വത്തിനും സ്തുതിക്കുമായി 211 ഗീതം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും
നിരാശയുടെ മധ്യേ ഞങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലെല്ലാം അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുവാനും അങ്ങയുടെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാനും ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. അങ്ങയെ കാണുവാൻ കഴിയാത്ത വിധം, അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട് എന്നത് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ മനസ്സുകളെ കുരുടാക്കുന്ന തിന്മശക്തികളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ. അവിടുത്തെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും ആ ദൈവികമായിട്ടുള്ള കൃപ അനുഭവിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയും കരുത്തും ദൈവം നൽകണമേ. എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകുമെന്നുള്ള പ്രത്യാശയോടെ, പുതിയ പ്രതീക്ഷയോടെ ജീവിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. പലതിനെ കുറിച്ച് ഭാരപ്പെട്ട് നിരാശയോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ നിരാശ മാറ്റി പുതിയ പ്രത്യാശ ദൈവം നൽകണമേ. കർത്താവേ, ഇന്ന് ഈ ലോകപരമായ ജീവിതത്തിൽ കർത്താവെ പകർച്ചവ്യാധിയുടെ അനുഭവത്തിൽ കർത്താവെ നാളെ എന്തായി തീരുമെന്നുള്ള നിരാശയോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ഞങ്ങളുടെ മനുഷ്യ ജീവിതമെല്ലാം നിരാശയോടെ ആയിരിക്കുമ്പോഴും ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. കൈവിടാത്ത ഒരു ദൈവം, ഞങ്ങളെ കരുതുന്ന ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൽ കർത്താവ് ജീവിതം ഉറപ്പിക്കുവാനും ദൈവം കൃപ നൽകണമേ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിരാശ അകറ്റി പ്രത്യാശ നൽകിയ അവിടുത്തെ സാന്നിധ്യം അവിടെ ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്ധതകളെ അവിടുന്ന് മാറ്റണമേ. അങ്ങയെ കാണുവാൻ കഴിയാത്ത വിധത്തിലും ഈ ലോകത്തിന്റെ നന്മകളെയും കർത്താവെ ഈ ലോകത്തിലുള്ള മറ്റ് സമൂഹത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് തിരിച്ചറിയുവാൻ കഴിയാതെ ഞങ്ങളുടെ ഹൃദയങ്ങളും കണ്ണുകളും കുരുടാക്കപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അന്ധത മാറ്റി അവിടുന്ന് വെളിച്ചം പകരണമേ. കർത്താവെ, അങ്ങേ ദർശിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. അവിടുന്ന് ഞങ്ങളോട് കൂടെ പാർക്കണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ച് ഭയപ്പെടാൻ ഞങ്ങൾക്ക് കർത്താവെ കാര്യമില്ലല്ലോ നാഥ. അവിടുന്ന് ഞങ്ങളോട് കൂടെ വസിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ അങ്ങയെക്കുറിച്ച് സാക്ഷികളായി തീരാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണം. ഇന്നത്തെ തിരുവെഴുത്തുകളിലൂടെ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തോത്രം. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ നാളുകൾ ധൈര്യത്തോടെ പുതിയ പ്രത്യാശയോടെ മുന്നോട്ട് നയിക്കുവാൻ, ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ ഭാഗത്തു നിന്ന് ഒരു മടങ്ങി വരവ്, ഒരു തിരിച്ചു വരവ്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായിരുന്നു ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുകയും തിരുവചനം ശ്രദ്ധിച്ച എല്ലാ മക്കളെയും അവിടുത്തെ ആത്മാവിനാൽ ധൈര്യപ്പെടുത്തണമേ. അവരുടെ ജീവിതത്തിലെ സകലവിധ നിരാശകൾ മാറ്റി നാളത്തെ ദിവസത്തെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാണുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകുന്ന ഒരു ജീവിതാനുഭവം ഉണ്ട് എന്ന് കർത്താവെ, ദൈവത്തിന്റെ ആശ്രയം വെച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ അവിടുന്ന് അച്ഛനെയും ശക്തീകരിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് എത്രയും വേഗം ആലയത്തിൽ ഒരുമിച്ചുള്ള കൂട്ടായ്മയും ആരാധനയും അവിടുന്ന് നൽകണമേ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും പ്രതികൂലങ്ങളും അവിടുന്ന് മാറ്റി കർത്താവെ, ദേശത്ത് സമാധാനവും സന്തോഷവും രോഗത്തിൽ നിന്ന് ഉള്ള മുക്തി നൽകി അവിടുന്ന് എല്ലാ ജനത്തെയും വീണ്ടെടുക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ എന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനായും ലോകരാഷ്ട്രങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനം നിറഞ്ഞ ഒരു സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ദൈവത്തിലുള്ള പ്രത്യാശ എല്ലാവരിലും ദൈവം നൽകണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യൻ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. മനുഷ്യന്റെ നാശത്തിൽ അവിടുന്ന് കരുണ കാണിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. മനുഷ്യവർഗത്തോട് അവിടുന്ന് മനസ്സറിയണമേ. കർത്താവെ, അവിടുന്ന് എല്ലാ മനുഷ്യനെയും വീണ്ടെടുക്കാനായി ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് കർത്താവെ അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങളോടുകൂടെ ജീവിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം.
മനുഷ്യവർഗത്തെ സ്നേഹിച്ച ദൈവമായിരിക്കാൻ നന്ദിയോടെ വാഴ്ത്തുന്നു. അവിടുത്തെ കൃപ ധാരാളമായി പകരണമേ. എല്ലാ ജനസമൂഹത്തെയും മനുഷ്യവർഗത്തെയും അവിടുന്ന് രക്ഷിക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്ന പാദപീഠങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തുടർന്നുള്ള നാളുകൾ ദൈവകൃപ അനുഭവിച്ച് അങ്ങേ സാക്ഷിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കൈക്കൊള്ളണമേ. ആശീർവാദം. വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളതിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ